യഥാർത്ഥത്തിൽ അയിമ്മത്തിന്റെ ഇമാമിയങ്ങളുടെ മാർഗം എന്താണ്? ഹദീസ് പിന്തുടരുക എന്നുള്ളതാണ്. ഓരോ മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കത് പരിചയമുണ്ടാകും. പക്ഷെ ഷെയ്ഖ് ഈ കിതാബ് എഴുതുന്ന കാലത്തൊക്കെ ലോകം മുഴുവനും മദ്ഹബി തഖ്ലീദിന്റെ പിടിയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യം ഉണർത്തുകയാണ്. ഷെയ്ഖ് പറയാണ്, ഓരോ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ഖൗലുകൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ലഅല്ല ഫീഹാ ഇവതൻ വദിക്റാ ലിമൻ യുഖല്ലിദുഹും, മുഖല്ലിദീങ്ങൾക്ക് ഒരു ഉണർത്ത് ആയിട്ട് അവർക്കൊരു പക്ഷേ വെളിച്ചം കിട്ടിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ഖൗലുകൾ കൊടുക്കുകയാണ്. അപ്പൊ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ ആള് അബു ഹനീഫ റഹിമഹുല്ലാഹു തആലയാണ്. അദ്ദേഹമാണ് ആദ്യത്തെ ഇമാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഷെയ്ഖ് കൊടുക്കുകയാണ്. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. അബു ഹനീഫ പറഞ്ഞ വാക്കാണ്. ഹദീസ് സ്വഹീഹായാൽ അതാണ് എന്റെ മദ്ഹബ്. നമുക്കറിയാം ആദ്യകാലത്ത് ഹദീസുകൾ ക്രോഡീകരിച്ചത് വളരെ കുറവായിരുന്നു. ഇമാം അബു ഹനീഫയൊക്കെ ജീവിച്ചിരുന്നത് 2-ാം നൂറ്റാണ്ടിലാണ്. ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ഹദീസ് ഗ്രന്ഥങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നുമില്ല, അതിനൊക്കെ മുമ്പാണ്. അപ്പൊ സ്വാഭാവികമായും കുറെ ഹദീസുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇനി ആർക്കെങ്കിലും സ്വഹീഹായ ഒരു ഹദീസ് എന്റെ ഖൗലുകൾക്കെതിരായി കിട്ടിയാൽ ഫഹുവ മദ്ഹബി, ആ ഹദീസ് എടുത്തോളണം എന്നല്ല, അതാണ് എന്റെ മദ്ഹബ് എന്നാണ് അബു ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ലാ യഹില്ലു ലി അഹദിൻ അൻ യഅഖുദ ബിഖൗലിനാ മാ ലം യഅലം മിൻ ഐന അഖദ്നാ. എന്ന് മാത്രമല്ല, എന്റെ ഖൗൽ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഹദീസിന് യോജിച്ച ഖൗലാണ്, എന്നാലും അവനത് എടുക്കരുത്. മാ ലം യഅലം മിൻ ഐന അഖദ്നാ, ഞങ്ങൾ എവിടെ നിന്നെടുത്തു, ഞാൻ തെളിവാക്കിയ ഹദീസ് ഏതാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കാതെ ആ ഖൗല് എടുക്കരുത്, സ്വീകരിക്കരുത്. ഇങ്ങനെ നിരവധി വാക്കുകൾ അദ്ദേഹത്തിൻ്റെതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അടുത്ത ശിഷ്യനായ ഖാലി അബു യൂസുഫ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് അബു ഹനീഫ പറഞ്ഞു, വൈഹക യാ യാഖൂബ്, യാഖൂബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യാഖൂബ്, നിനക്ക് നാശം. ലാ തക്തുബ് കുല്ലമാ തസ്മഉ മിന്നി, ഞാൻ പറയുന്നത് മുഴുവൻ നീ എഴുതി വെക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഖദ് അറ റഅയ അൽയൗം വഅത്റുഖുഹു ഗദൻ, ഞാൻ ചിലപ്പോൾ ഇന്നൊരു അഭിപ്രായം പറയും, നാളെ ഞാനത് മാറ്റാൻ സാധ്യതയുണ്ട്. വഅറ റഅയ ഗദൻ വഅത്റുഖുഹു ബഅദ ഗദ്, നാളെ ഞാനൊരു അഭിപ്രായം പറയും, അത് ചിലപ്പോൾ മറ്റന്നാളെ ഞാൻ തിരുത്തും. വെറുതെ തോന്നിയതിനനുസരിച്ച് തിരുത്തും എന്നല്ലതിന്റെ അർത്ഥം. എന്താണ്? ഹദീസ് പുതിയത് കിട്ടുമ്പോൾ, ഇതുവരെ അറിയാത്തൊരു ഹദീസ് കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന തെളിവുകളാണ് പഠിക്കേണ്ടത്, എന്റെ വാക്കുകൾ നീ എഴുതി വെക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ ഇമാം മാലിക് റഹിമഹുല്ലാ, 2ാമത്തെ ഇമാമാണ്, ഇമാം ദാരിൽ ഹിജ്റ, മദീനയിലെ മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹു തആല, അദ്ദേഹം പറയുന്നതായി കാണാം, ഇന്നമാ അന ബശറുൻ ഉഖ്തിഉ വ ഉസീബ്, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് തെറ്റുപറ്റും, ചിലപ്പോ എന്റെ അഭിപ്രായങ്ങൾ ശരിയുമാകും, ശരിയും തെറ്റുമുണ്ടാകും. ഫൻദുറൂ ഫി റഅയി, അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്കുകൾ പരിശോധിക്കുക. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസുന്നത ഫഖുദൂഹു, ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചതൊക്കെ നിങ്ങൾ സ്വീകരിക്കുക. വകുല്ലു മാ ലം യുവാഫിഖൽ കിതാബ വസുന്നത ഫത്റുഖൂഹു, കിതാബിനോടും സുന്നത്തിനോടും യോജിക്കാത്തത് നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക. ഇമാം മാലിക്കിന്റെ മനോഹരമായ മറ്റൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ലൈസ അഹദുൻ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരാളുമില്ല ഇല്ലാ വയുഖദു മിൻ ഖൗലിഹി വയുത്രക്, അയാളുടെ വാക്കിൽ തള്ളാനും കൊള്ളാനും ഉള്ളതുണ്ടാകും, അങ്ങനെയല്ലാതെ ഒരു മനുഷ്യനും പിന്നെ ഇല്ല. അപ്പൊ എത്ര വലിയ ആലിമായാലും എത്ര വലിയ തഖ്വയുള്ള ആളായാലും അദ്ദേഹത്തിന്റെ വാക്കിൽ തെറ്റും ശരിയുമുണ്ടാകും. അങ്ങനെയല്ലാത്ത ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇനി വരാനില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയുണ്ടായി. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, അദ്ദേഹമാണ് 3ാമത്തെ ഇമാം. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിന്റെ വാക്കുകളും ധാരാളക്കണക്കിനുണ്ട്. അദ്ദേഹമാണ് കൂടുതൽ ഇത്തിബാഇനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എടുക്കേണ്ടത് എന്ന് കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ള ആളാണ്, ഇമാമാണ് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, മാ മിൻ അഹദിൻ ഇല്ലാ വതദ്ഹബു അലൈഹി സുന്നത്തുൻ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅസുബു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ അതിനെക്കുറിച്ച് അറിവില്ലാത്തതായിട്ട് ആരുമില്ല. ചില ഹദീസുകളൊക്കെ അറിയാത്തതായിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. ഫമഹ്മാ ഖുൽതു മിൻ ഖൗലിൻ, അതുകൊണ്ട് ഞാൻ എന്ത് ഖൗല് പറഞ്ഞാലും, ഔ അസ്സൽതു മിൻ അസ്ലിൻ, എന്തൊക്കെ അസ്ലുകൾ ഞാൻ പറഞ്ഞാലും, ഫിഖ്ഹിന്റെ കാര്യത്തിൽ എന്തൊക്കെ ഖാഇദകൾ ഞാൻ പറഞ്ഞാലും, ഫീഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിലാഫു മാ ഖുൽത്, ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞതിനെതിരായിട്ട് ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ ഫൽ ഖൗലു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കാര്യം, അതാണ് സ്വീകരിക്കേണ്ടത്. വഹുവ ഖൗലി, അതാണ് എന്റെയും ഖൗല് എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത്. അതുപോലെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രശസ്തമായ മറ്റൊരു വാക്ക്, അജ്മഅ അൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഇജ്മാ ആയിരിക്കുന്നു. എന്ത് കാര്യത്തിലാണ്? അലാ അന്ന മൻ ഇസ്തബാന ലഹു സുന്നത്തുൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്കാണോ ഒരു സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായി വന്നത്, ലം യഹില്ല ലഹു അൻ യദഅഹ ലിഖൗലി അഹദ്,
മറ്റാരുടെ വാക്കിനും വേണ്ടി ആ ഹദീസ് ഒഴിവാക്കുക എന്നുള്ളത് അവന് അനുവദനീയമല്ല. ഈ വാക്കിനെതിരായിട്ട് ഇമാമ് പറഞ്ഞിട്ടുണ്ട്, മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ 4 മദ്ഹബും ഏകോപിച്ചിട്ടുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും, എത്ര തന്നെ ഉലമാക്കൾ പറഞ്ഞാലും ഹദീസ് ഒഴിവാക്കുക എന്നുള്ളത് അനുവദനീയമല്ല. മറ്റൊരു ഖൗല് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, അബു ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ തന്നെ, ഇദാ സഹ്ഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സ്ഥിരപ്പെട്ടാൽ അത് തന്നെയാണ് എന്റെ മദ്ഹബ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ്. ഇമാം അഹ്മദ് ഇമാം ഷാഫിയുടെ പിൻഗാമിയാണ്. തന്റെ ശിഷ്യനായ ചെറുപ്പക്കാരനായ അഹ്മദ് ബിൻ ഹംബലിനോട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, അൻതും അഅലമു ബിൽ ഹദീസ് വർ-റിജാലി മിന്നി, നിങ്ങളാണ് ഹദീസിനെ കുറിച്ചും ഹദീസിന്റെ റിപ്പോർട്ടർമാരെ കുറിച്ചൊക്കെ എന്നെക്കാളും അറിവുള്ളവർ. ഫൈദാ കാനൽ ഹദീസു സഹീഹ്, അതുകൊണ്ട് സഹീഹായ ഹദീസുകൾ കിട്ടിയാൽ ഫഅഅലിമൂനി ബിഹി, നിങ്ങൾ എന്നെ അറിയിക്കണം. അയ്യ ശൈഇൻ യകൂൻ, അത് ഏത് നാട്ടിൽ നിന്ന് വന്ന ഹദീസായിരുന്നെങ്കിലും. ഇപ്പൊ നമ്മൾ ബുഖാരിയിലുള്ള ഹദീസ്, മുസ്ലിമിലുള്ള ഹദീസ് എന്നൊക്കെ പറയുന്നത് പോലെ പഴയ കാലത്ത് പറയാ കൂഫക്കാരുടെ ഹദീസ്, മദീനക്കാരുടെ ഹദീസ് എന്നൊക്കെയാണ് മദീനയിൽ അറിയപ്പെട്ട ഹദീസ്. കാരണം എല്ലാ ഹദീസുകളും ക്രോഡീകരിച്ചത് പിന്നീടാണ്. അപ്പൊ ഓരോ നാട്ടിലുള്ള ഹദീസ് എന്ന് അറിയപ്പെടാം. ഇമാം ഷാഫിഈ പറയുകയാണ്, കൂഫിയൻ ഔ ബസറിയൻ ഔ ഷാമിയൻ, ഏത് നാട്ടിലായാലും ശരി, എവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ആയിരുന്നാലും ശരി, ഹത്ത അദ്ഹബ ഇലൈഹി ഇദാ കാന സഹീഹ, അത് സഹീഹാണെങ്കിൽ എന്റെ നിലപാട് മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ ഈ മനസ്സ് നമുക്കുണ്ടാകണം.